Life is a tale told by an idiot, full of sound and fury, signifying nothing. Here we are discussing such a topic, The Sound and Fury by William Faulkner. William Faulkner is a famous American writer and he belongs to the 20th century. 20ാം നൂറ്റാണ്ടിലെ വളരെ പ്രശസ്തനായ അമേരിക്കൻ എഴുത്തുകാരൻ വില്യം ഫോക്നറിൻ്റെ ദ സൗണ്ട് ആൻഡ് ഫ്യൂരി എന്ന നോവലാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആൻഡ് ദ ടൈറ്റിൽ സൗണ്ട് ആൻഡ് ഫ്യൂരി ഈസ് ടേക്കൺ ഫ്രം ദ പ്ലേ മാക്ബത്ത് ബൈ വില്യം ഷേക്സ്പിയർ. നമ്മൾ പറഞ്ഞു വില്യം ഷേക്സ്പിയറിൻ്റെ മാക്ബത്ത് എന്ന നാടകത്തിലെ ദുരന്ത നാടകമാണ്. മക്ബത്ത് എന്ന ദുരന്ത നാടകത്തിലെ ട്രാജഡിയാണ്. ആ ട്രാജഡിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കൊട്ടേഷനാണ് ലൈഫ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂരി സിഗ്നിഫൈങ് നത്തിങ്. ജീവിതം എന്ന് പറയുന്നത് കുറേ കോലാഹലങ്ങൾക്കിടയിൽ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലുള്ളൊരു സംഭവമാണ് ജീവിതം. അതായത് ഏതോ ഒരു വിഡ്ഢി പറഞ്ഞ ഒരു കഥയാണ്. ലൈഫ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ്. ഏതോ ഒരു വിഡ്ഢി പറഞ്ഞ കഥ, അതാണ് ജീവിതം. ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂരി, അതിൽ നിറയെ കോലാഹലങ്ങളാണ്, ഒച്ചയും ബഹളവും ഒക്കെയാണ്. പക്ഷെ ഒന്നും കാര്യമായിട്ടില്ലാത്ത ഒരു യാത്ര അല്ലെങ്കിൽ ആ ഒരു സംഭവമാണ് ജീവിതം. അതാണ് ഇവിടെ ഈ ഒരു നോവലിലും വിവരിക്കുന്നത്. ദ സൗണ്ട് ആൻഡ് ഫ്യൂരി എന്ന ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് അതാണ്. ഇനി initially the novel was not as commercial success. തുടക്കത്തിൽ ഈ നോവൽ ഒരു കൊമേഴ്സ്യൽ സക്സസ് ആയിരുന്നില്ല, ഒരു വിജയമായിരുന്നില്ല. ആൻഡ് സാങ്ച്വറി ബ്രോട്ട് ഹിം ഫെയിം ആൻഡ് ലേറ്റർ സൗണ്ട് ആൻഡ് ഫ്യൂരി ബിക്കെയിം പോപ്പുലർ. അദ്ദേഹത്തിൻ്റെ സാങ്ച്വറി എന്ന നോവൽ ഫേമസ് ആയതിനു ശേഷമാണ് സൗണ്ട് ആൻഡ് ഫ്യൂരി എന്ന നോവൽ ശ്രദ്ധിക്കപ്പെടുന്നത്. ആൻഡ് ദിസ് നോവൽ ബ്രോട്ട് ഹിം ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1949. ഈ നോവൽ 1949 അദ്ദേഹത്തിന് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം കൊണ്ടുവന്നു. And it is described as one of the most complex novels in the American literary history. ഈ നോവൽ അമേരിക്കൻ സാഹിത്യ ചരിത്രത്തിലെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ സങ്കീർണമായിട്ടുള്ള നോവലുകളിൽ ഒന്നാണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട് ഈ സൗണ്ട് ആൻഡ് ഫ്യൂരി എന്ന ഈ നോവൽ. ഇനി ഇതിൽ പ്രധാനപ്പെട്ട കഥ എന്ന് പറയുന്നത് കോംസൺ ഫാമിലിയാണ്. ആ ഫാമിലിയുടെ ഡിസ്ട്രക്ഷൻ, അവരുടെ ആ തകർച്ച വിവരിക്കുന്ന ഒരു നോവലാണ് ഈ നോവൽ കോംസൺ ഫാമിലി. അതിൽ ഈ നോവലിൽ 4 നരേറ്റേഴ്സ് ആണുള്ളത്. 4 പേരാണ് ഇതിൽ നരേറ്റേഴ്സായിട്ട് വരുന്നത്. ദ നരേറ്റേഴ്സ് ആർ 3 കോംസൺ സൺസ്, ബെഞ്ചിൻ, ക്വിൻറ്റീൻ ആൻഡ് ജെയ്സൺ. ആൻഡ് ദ 4th ഓംനീഷ്യൻ്റ് തേർഡ് പേഴ്സൺ നരേറ്റർ ഈസ് ദിൽസെ. ഇതിൽ 4 നരേറ്റേഴ്സ് ആണുള്ളതെന്ന് പറഞ്ഞു. 3 പേര് കോംസൺ ഫാമിലിയിലെ ആൺകുട്ടികളാണ്, ബെഞ്ചി, ക്വിൻറ്റീൻ, ജെയ്സൺ. അവർ 3 ആൺകുട്ടികൾ. അതുകൂടാതെ തന്നെ 4ാമത്തെ നരേറ്റർ ദിൽസെ എന്ന ബ്ലാക്ക് സെർവൻ്റാണ്. അതായത് ഈ തോംസൺ ഫാമിലിയിലെ തന്നെ ബ്ലാക്ക് സെർവൻ്റാണ് ദിൽസെ. അവരാണ് 4ാമത്തെ നരേറ്റർ. ആൻഡ് ദിസ് നോവൽ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 4 പാർട്സ്. 4 ഭാഗങ്ങളായിട്ടാണ് ഈ നോവല് വിവരിക്കുന്നത്. ആൻഡ് ദ ഫസ്റ്റ് പാർട്ട് ഈസ് നരേറ്റഡ് ബൈ ബെഞ്ചിയാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൺ ഹോളി സാറ്റർഡേ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്ക് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്കാണ്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് മീൻസ് ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. പാസ്റ്റും പ്രസൻറ്റും മിക്സ് ചെയ്ത് ആ ഒരു തോട്ട് പ്രോസസ്സിലൂടെ പോകുന്ന ആ ഒരു ടൈപ്പ് നരേഷനാണ് ഇതിനകത്തുള്ളത്. സോ ദ ഫസ്റ്റ് നരേറ്റർ ഓർ ദ ഫസ്റ്റ് പാർട്ട് ഈസ് നരേറ്റഡ് ബൈ ബെഞ്ചി ആൻഡ് ഇറ്റ് ഈസ് ഓൺ ഹോളി സാറ്റർഡേ. ഒരു ഈസ്റ്റർ കാലഘട്ടമാണ് ഇതിനകത്ത് പറയുന്നത്. 1928 ഈസ്റ്റർ വീക്കാണ് ഇതിൽ വിവരിക്കുന്നത്. ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഈസ് ഓൺ ജൂൺ 2nd, 1910 and it is narrated by Quentin. ഇതിലെ സെക്കൻഡ് പാർട്ട് 1910 ജൂൺ 2 നടക്കുന്ന സംഭവങ്ങളാണ്. അത് വിവരിക്കുന്നത് ക്വിൻറ്റീനാണ്. ആൻഡ് ദ തേർഡ് പാർട്ട് ഇറ്റ് ഈസ് ഓൺ April 6th, 1928 and it is described by Jason and it is on Good Friday. ഒരു ദുഃഖവെള്ളിയാഴ്ച ദിവസം നടക്കുന്ന കാര്യങ്ങൾ, അതാണ് ഈ ജെയ്സൻ്റെ ഈ നരേഷനിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അത് പാർട്ട് 3 ആണ്. അത് നടക്കുന്നത് April 6, 1928. ആൻഡ് ദ 4th പാർട്ട് ഇസ് April 8th, 1928 ആൻഡ് ദ നരേറ്റർ ഈസ് ദിൽസെ ആൻഡ് ഇറ്റ് ഈസ് ഓൺ ദ ഈസ്റ്റർ ഡേ. 4th പാർട്ട്
ദിൽസയാണ് വിവരിക്കുന്നത്. ഓംനീഷ്യൻ്റ് നരേറ്റർ, തേർഡ് പേഴ്സൺ നരേറ്ററാണെന്ന് പറഞ്ഞു. അത് ഈസ്റ്ററിലാണ് നടക്കുന്നത്. ഈസ്റ്റർ റെസറക്ഷൻ്റെ പീരീഡാണ്. അത് പുനരുത്ഥാനം, ഉയർത്തെഴുന്നേൽപ്പ്, അതിൻ്റെയൊക്കെ ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈസ്റ്റർ. ആ ഒരു കാര്യങ്ങളൊക്കെ വിവരിക്കുന്നത്, അതായത് ഈ ഫാമിലിയെക്കുറിച്ചും ദ കൊളാപ്സ് ഓഫ് ദി കോംസൺ ഫാമിലി, അതേപോലെ തന്നെ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ വിവരിക്കുന്ന ആ ഒരു ഭാഗം. അങ്ങനെ 4 ഭാഗങ്ങളാണ് ഈ നോവലിലുള്ളത്. ഇനി ഈ കോംസൺ ഫാമിലിയുടെ തകർച്ചയാണെന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ദ കോംസൺ ഫാമിലി, കോംസൺ അദ്ദേഹം ഹീസ് ആൻ ആൽക്കഹോളിക്. ഈ കോംസൺ വളരെയധികം മദ്യപാനിയായ ഒരു മനുഷ്യനാണ്. ആൻഡ് ദ ലേഡി മിസ്സിസ് കോംസൺ, ഷീ ഈസ് വെരി പ്രൗഡ് ഓഫ് ഹർ ഫാമിലീസ് നെയിം. വളരെയധികം കുടുംബ മഹിമ പറഞ്ഞു നടക്കുന്ന ഒരു സ്ത്രീയാണ് കോംസൻ്റെ ഭാര്യ. അതേപോലെ തന്നെ ദേ ഹാവ് 4 ചിൽഡ്രൻ. ആദ്യത്തെ ആൾ ക്വിൻറ്റീൻ, രണ്ടാമത്തേത് കാതി എന്ന പെൺകുട്ടിയാണ്. പിന്നീട് ജെയ്സൺ, ഏറ്റവും ഇളയ കുട്ടിയാണ് ബെഞ്ചിൻ. ആൻഡ് ഹി ഈസ് 33 years ഓഫ് ഏജ് ആൻഡ് ഹി ഈസ് എ മ്യൂട്ട് ആൻഡ് മെൻ്റലി റിട്ടാർഡഡ് പേഴ്സൺ. സംസാരിക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ മാനസികമായിട്ട് വെല്ലുവിളി നേരിടുന്ന ഒരു കുട്ടിയാണ്, ഒരാളാണ്. ബെഞ്ചി 33 വയസ്സുണ്ട്. പക്ഷേ ആ ഒരു വളർച്ചയില്ലാത്ത, മാനസികമായ വളർച്ച, ബൗദ്ധികമായിട്ടുള്ള വളർച്ചയില്ലാത്ത ഒരു വ്യക്തി. ദ കോംസൺ ഫാമിലി ലിവ്സ് ഇൻ ജെഫേഴ്സൺ, മിസിസിപ്പി. മിസിസിപ്പിയിലെ ജെഫേഴ്സൺ എന്ന സ്ഥലത്താണ് ഈ കോംസൺ ഫാമിലി താമസിക്കുന്നത്. ആൻഡ് ദ ഫാമിലി വാസ് വൺസ് എ പ്രോസ്പറസ് വൺ. ഒരിക്കൽ വളരെ സമൃദ്ധിയോടുകൂടി ജീവിച്ച ഒരു ഫാമിലി ആയിരുന്നു. ആൻഡ് ദേ ഹാവ് 4 ചിൽഡ്രൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, ബെഞ്ചി അല്ലെങ്കിൽ ബെഞ്ചമിൻ എന്നാണ് അവൻ്റെ പേര്. അവനൊരു മെൻ്റലി റിട്ടാർഡറാണ്. പിന്നീട് ക്വിൻറ്റീൻ, ജെയ്സൺ, അതേപോലെ തന്നെ കാതി. ഈ 4 മക്കളാണ്. ആൻഡ് കാതിൻ്റെ ശരിക്കുള്ള പേര് കാൻഡേസ് എന്നാണ്. ആൻഡ് ദേ ഹാവ് എ ബ്ലാക്ക് സെർവൻ ദിൽസെ. നമ്മൾ നേരത്തെ പറഞ്ഞു ദിൽസെ ഗിബ്സൺ എന്നാണ്. ഹു ലിവ്സ് വിത്ത് ദ ഫാമിലി ഇൻ ദെയർ പ്രോപ്പർട്ടി. ഈ തോംസൺ ഫാമിലി കൊടുക്കുന്ന സ്ഥലത്ത്, അതായത് അവരുടെ ആ ഒരു വലിയ സ്ഥലമാണ്, ആ സ്ഥലത്ത് ഒരു വീട് വെച്ച് താമസിക്കുന്ന ബ്ലാക്ക് സെർവൻ്റാണ് ദിൽസെ. ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ദിൽസയും അവരുടെ കുടുംബവും. ആൻഡ് ദ തോംസൺ ചിൽഡ്രൻസ് ഗ്രാൻഡ് മദർ ഡാമുഡി ഡൈസ് ഇയർലി ഇൻ ദെയർ ചൈൽഡ്ഹുഡ്. ഈ തോംസൺ ഫാമിലിയിലെ ഗ്രാൻഡ് മദർ ആയിരുന്നു ഡാമുഡി. അവർ ഈ കുട്ടികൾ ചെറുപ്പമായിരിക്കുന്ന സമയത്ത് തന്നെ മരിച്ചു പോകുന്നു. ആൻഡ് കാതി ക്ലൈംസ് എ ട്രീ ടു ഒബ്സർവ് ഹർ ഗ്രാൻഡ് മദേഴ്സ് ഫ്യൂണറൽ ഇൻ ദ റൂം വൈൽ ഹർ ബ്രദേഴ്സ് ലുക്ക് അപ്പ് അറ്റ് ഹർ മഡ് സോക്ഡ് അണ്ടർവെയർ. ഈ സമയത്ത് മുത്തശ്ശി മരിക്കുന്ന സമയത്ത് ഈ കുട്ടികൾ വളരെ ചെറുതാണ്. അങ്ങനെ കാതി ഒരു മരത്തിൻ്റെ മുകളിൽ കയറി മുത്തശ്ശിയുടെ റൂമിലേക്ക് നോക്കുകയാണ്. അതായത് മുത്തശ്ശിയുടെ റൂമിൽ മുത്തശ്ശിയുടെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്നു. ആ ചടങ്ങുകൾ കാണാൻ വേണ്ടിയിട്ട് കാതി മരത്തിൻ്റെ മുകളിൽ കയറി നോക്കുകയാണ്. അങ്ങനെ മരത്തിൻ്റെ മുകളിൽ കയറി നോക്കുന്ന ഈ കാതിയുടെ ചളി പുരണ്ട അണ്ടർവെയർ ആണ് ഈ സഹോദരങ്ങൾ താഴ്ന്നു കാണുന്നത്. മരത്തിൻ്റെ മുകളിലാണ് നമ്മളുടെ കാതി ഇപ്പോൾ ഉള്ളത്. And when Benji was 5 years old, his parents realized that he is severely mentally retarded and incapable of speech. ബെഞ്ചിക്ക് 5 വയസ്സാകുന്ന സമയത്ത് അവൻ്റെ പാരൻസ് തിരിച്ചറിയുന്നു അവൻ മെൻ്റലി റിട്ടാർഡറാണ്, അതേപോലെ തന്നെ സംസാരിക്കുകയില്ല, അവന് സംസാരിക്കാൻ കഴിവില്ല എന്ന് മനസ്സിലാക്കുന്നു. ആൻഡ് ഹിസ് മദർ ഫസ്റ്റ് നെയിംഡ് ഹിം after her brother More renames him as Benjamin. ഇവൻ്റെ അമ്മ ആദ്യം അവന് പേരിട്ടത് തൻ്റെ സഹോദരനായ മൗര്യയുടെ പേരാണ്. അവരുടെ സഹോദരനാണ് മൗര്യ, അവരുടെ പേരാണ് ഇട്ടത്. പക്ഷേ ഈ കുട്ടിക്ക് സംസാരിക്കാൻ കഴിയില്ല, അതേപോലെ തന്നെ മെൻ്റലി റിട്ടാർഡഡ് ആണ് എന്നൊക്കെ തിരിച്ചറിയുന്ന സമയത്ത് ഇവൻ്റെ പേര് മാറ്റുന്നു. ബെഞ്ചമിൻ അല്ലെങ്കിൽ ബെഞ്ചി എന്ന പേര് അവനിട്ട് കൊടുക്കുന്നു. And Kathy has sex with a boy named Dalton Amis in 1909. ഇതിനിടയ്ക്ക് കാതി ഡാൾട്ടൺ ആമിസ് എന്ന ഒരു പയ്യനുമായിട്ട് സെക്സിൽ ഏർപ്പെടുന്നു. ആൻഡ് ഇൻ ഓർഡർ ടു ഡിഫെൻഡ് ഹെർ ഓണർ
Deeply hurt, Quentin proposes a joint suicide with Kathy and tries to fight Amis and tells his father that he is responsible for it. ഈ സമയത്ത് കാദിയും ഡാൽട്ടൺ ആമിസ് കാദിയെ ഉപദ്രവിക്കുകയാണ്. അങ്ങനെ ഈ ഒരു അപമാനം താങ്ങാൻ കഴിയാതെ ക്വിൻറ്റീൻ ആദ്യം അവളോട് പറയുന്നു, നമുക്ക് ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാമെന്ന് പറയുന്നു. പക്ഷേ അങ്ങനെ ആത്മഹത്യ ചെയ്യാമെന്ന് ആദ്യം ഒരു സജഷൻ വെക്കുന്നുവെങ്കിലും പിന്നീട് ആമിസുമായിട്ട് അടികൂടുന്നുണ്ട്. അവസാനം അച്ഛൻ്റെ അടുത്ത് വന്ന് പറയുന്നു, ഞാനാണ് കാദിയുമായിട്ട് ഇങ്ങനെ ഒരു സെക്സിൽ ഏർപ്പെട്ടത്, അതായത് ഡാൾട്ടൺ അല്ല എന്ന് പറയുന്നു. ആൻഡ് ദ കോംസൺസ് സെൻഡ് ഹിം ടു ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, paying for his tuition by selling Benji's share of land. The Compsons sent him to Harvard University, paying for his tuition by selling Benji's share of land. ഈ സമയത്ത് ക്വിൻറ്റീനെ അവിടുന്ന് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പറഞ്ഞു വിടുന്നു. അങ്ങനെ അവൻ്റെ പഠന ചെലവിനുള്ള പൈസ കണ്ടെത്തുന്നത് ബെഞ്ചിയുടെ ഷെയർ വിറ്റിട്ടാണ്. ബെഞ്ചിയുടെ അവനുള്ള ഒരു ഷെയർ ലാൻഡ്, ആ ഒരു ഭൂമി വിറ്റ് ആ പൈസ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ക്വിൻറ്റീന് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ആൻഡ് ഹിസ് പാരൻസ് ടേക്ക് കാദി, ഹു ഈസ് നൗ പ്രഗ്നന്റ്, ടു ഫ്രഞ്ച് ലിക്ക് ഇൻഡിയാന ഹോസ്പിറ്റൽ. ഫ്രഞ്ച് ലിക്ക് ഇൻഡിയാനയിലേക്ക് കാദിയെ മാറ്റുന്നു. ഇപ്പോൾ കാദി പ്രഗ്നൻ്റ് ആണ്. ക്വിൻറ്റീനും കാദിയും തമ്മിൽ വളരെ കണക്ഷനാണ്. ഇവിടെ ബെഞ്ചിയും കാദിയും വളരെ ക്ലോസ് റിലേഷനാണ്. ബെഞ്ചിയുടെ എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ബെഞ്ചിയോട്, നമ്മൾ നേരത്തെ പറഞ്ഞു ബെഞ്ചി മ്യൂട്ടാണ്, അതേപോലെ തന്നെ ഹീസ് മെൻ്റലി റിട്ടാർട്ടഡ്. അപ്പോൾ മറ്റുള്ളവർ ഒരു പരിഹാസത്തോടു കൂടി കണക്കാക്കുന്ന സമയത്ത്, ഇവനെ കാണുന്ന സമയത്ത് കാദിക്ക് ഒരു സോഫ്റ്റ് കോർണറാണ് ബെഞ്ചിയോട്. അപ്പോൾ വളരെ കണക്റ്റഡാണ്, വളരെ ക്ലോസ് ആണ് അവർ തമ്മിലുള്ള റിലേഷൻ. അതേപോലെ തന്നെ ക്വിൻറ്റീന് കാദിയോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ക്വിൻറ്റീൻ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ഇവളെ അവിടുന്ന് ഈ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു. അതായത് ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്, അങ്ങനെ മാറ്റുന്നു. ദെർ ഷീ മീറ്റ്സ് എ ബാങ്കർ നെയ്മഡ് ഹെർബർട്ട് ഹെഡ് ആൻഡ് ദേ മാരി ഇൻ 1910. ഈ സമയത്ത്, അതായത് ഈ ഒരു സ്ഥലത്ത് എത്തിയ കാദി അവിടെ വെച്ച് ഹെർബർട്ട് ഹെഡ് എന്ന ഒരു ബാങ്കറെ പരിചയപ്പെടുന്നു. അങ്ങനെ അവർ 1910 വിവാഹം കഴിക്കുന്നു. ആൻഡ് ഹെഡ് പ്രോമിസസ് എ ജോബ് അറ്റ് ഹിസ് ബാങ്ക് ഫോർ ജെയ്സൺ. ഈ സമയത്ത് കാദിയെ വിവാഹം കഴിക്കുന്ന സമയത്ത് ഹെർബർട്ട് ഹെഡ് പറയുന്നു, ജെയ്സന് ഞാൻ എൻ്റെ ബാങ്കിൽ ഒരു ജോലി കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ബട്ട് കാദീസ് ഫാദർ റിവീൽസ് ഓഫ് ഹർ പ്രഗ്നൻസി ബിഫോർ മീറ്റിംഗ് ഹെഡ് ആൻഡ് ഇറ്റ് ലീഡ്സ് ടു ദെയർ ഡിവോഴ്സ്. ഈ സമയത്ത് കാദിയുടെ അച്ഛൻ ഹെർബർട്ട് ഹെഡിനോട് പറയുന്നു, താങ്കളെ കാണുന്നതിന് മുൻപ് അവൾക്ക് ഒരു റിലേഷൻ, അതായത് അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അതോടുകൂടി അവരുടെ വിവാഹം ഡിവോഴ്സിലെത്തുന്നു. ആൻഡ് ഇൻ 1910 June 2 ക്വിൻറ്റീൻ പ്ലാൻസ് ടു കിൽ ഹിംസെൽഫ്. അങ്ങനെ 1910 ഈ ഒരു സംഭവത്തെ തുടർന്ന് ക്വിൻറ്റീൻ മരിക്കാൻ തീരുമാനിക്കുന്നു. നമ്മൾ പറഞ്ഞു ഈ ഒരു അപമാനം, ഈ ഒരു ഫാമിലീസ് ഓണർ, ആ കുടുംബത്തിൻ്റെ സൽപ്പേര് നശിക്കുകയാണ് ഈ കാദിയുടെ ഈ ഒരു പ്രഗ്നൻസിയിലൂടെ, ഇല്ലെജിറ്റിമേറ്റ് പ്രഗ്നൻസിയിലൂടെ. ആ ഒരു കുടുംബത്തിൻ്റെ ആ ഒരു അപമാനം താങ്ങാൻ കഴിയാതെ, അല്ലെങ്കിൽ തങ്ങളുടെ പെങ്ങൾക്ക് വന്ന ആ ഒരു സംഭവം താങ്ങാൻ കഴിയാതെ ഇവൻ മരിക്കാൻ തീരുമാനിക്കുന്നു. He meets an Italian girl who speaks no English at a bakery and tries to return her home, but her brother thinks that he is a kidnapper. ഈ സമയത്ത് ക്വിൻറ്റീൻ ഒരു പെൺകുട്ടിയെ കാണുന്നു. പെൺകുട്ടിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്നില്ല. ആ കുട്ടിയെ തിരിച്ച് വീട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന അവസരത്തിൽ ഈ പെൺകുട്ടിയുടെ സഹോദരൻ ഇവനെ കാണുന്നു. അപ്പോൾ വിചാരിക്കുന്നത് ഇവനൊരു കിഡ്നാപ്പറാണ്, ഇവൻ്റെ കയ്യിൽ ഇരുമ്പ് കമ്പിയുണ്ട്, അപ്പോൾ ഇവനൊരു കിഡ്നാപ്പറാണ്, ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നതാണ് എന്ന് ചിന്തിക്കുന്നു. ആൻഡ് ഹി റിപ്പോർട്ട്സ് ഇറ്റ് ടു ദ അതോറിറ്റീസ് ആൻഡ് ഹാവ് ടു പേ എ ഫൈൻ. ഇതുടനെ തന്നെ ഇദ്ദേഹം അധികാരികളെ, പോലീസിനെ അറിയിക്കുന്നു. അങ്ങനെ ഇവന് ഒരു ഫൈൻ അടച്ച് അവിടെ നിന്ന് രക്ഷപ്പെടേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ ഇവനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടുന്ന് ഇറങ്ങണമെങ്കിൽ ഫൈൻ അടയ്ക്കേണ്ടായ അവസ്ഥ വരുന്നു. ആൻഡ് ഹീ അറ്റാക്സ്, അതായത് ക്വിൻറ്റീൻ അറ്റാക്സ് ഹിസ് ബോറിഷ് ക്ലാസ്മേറ്റ് ജെറാൾഡ് ബ്ലാൻഡ് ആസ് ഹി റിമൈൻഡ്സ് ഹിം ഓഫ് ഡാൾട്ടൺ ആമിസ്.
ഈ സമയത്ത് ഈ ഫൈനൊക്കെ അടച്ച് തിരിച്ചു വരുന്ന സമയത്താണ് തൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ജെറാൾഡ് ബ്ലാൻഡിനെ കാണുന്നത്. ജെറാൾഡ് ബ്ലാൻഡ് പെട്ടെന്ന് ഡാൾട്ടൺ ആമീസിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. ഡാൾട്ടൺ ആമീസ് നമ്മൾ പറഞ്ഞു ക്യാദിയുമായിട്ട് സെക്സിൽ ഏർപ്പെട്ട വ്യക്തിയാണ്. അവനെക്കുറിച്ച് പറയുന്നു. ആസ് ഹി റിമൈൻഡ്സ് ഹിം ഓഫ് ഡാൾട്ടൺ ആമീസ് ബട്ട് ബ്ലാൻഡ് നോക്സ് ഹിം അൺകോൺഷ്യസ്. ഈ സമയത്ത് രണ്ടുപേരും തമ്മിൽ അടിപിടി കൂടുന്നു. അങ്ങനെ ഈ ബ്ലാൻഡിൻ്റെ അടിയേറ്റ് നമ്മുടെ ക്വിൻറ്റീൻ താഴെ വീഴുന്നു. അവന് ബോധം പോകുന്നു. ആൻഡ് ക്വിൻറ്റീൻ റിട്ടേൺസ് ടു ഹിസ് ഡോൺ ആൻഡ് ക്ലീൻ അപ്പ് and uses the iron to drown himself in the Charles River. അങ്ങനെ ബോധം തിരിച്ചു കിട്ടുന്ന സമയത്ത് ദേഹത്തൊക്കെ അഴുക്കാണ്. അവൻ നേരെ റൂമിലെത്തുന്നു. കുളിച്ച് ഫ്രഷായി കയ്യിലിരുന്ന ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് ചാൾസ് റിവറിൽ ചാടി മരിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ക്യാദി നെയിംസ് ഹെർ ഡോട്ടർ മിസ് ക്വിൻറ്റീൻ ആഫ്റ്റർ ഹെർ ലേറ്റ് ബ്രദർ. നമ്മൾ നേരത്തെ പറഞ്ഞു ക്യാദിയോട് വളരെ ഇഷ്ടമാണ് നമ്മുടെ ക്വിൻറ്റീന്. അതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ട് ഞാനാണ് എൻ്റെ പെങ്ങളുമായിട്ട് അങ്ങനെ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടതെന്ന് പറഞ്ഞ് അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത്രത്തോളം സ്നേഹമുള്ളൊരു വ്യക്തിയാണ്. ഈ സമയത്ത് ആ സഹോദരൻ്റെ പേര് തൻ്റെ മകൾക്ക് ക്യാദി ഇടുന്നു. മിസ് ക്വിൻറ്റീൻ എന്ന് ഇടുന്നു. ആൻഡ് മിസ് കോംസൺ ഡൈസ് ഫ്രം ആൽക്കഹോളിസം. നമ്മൾ നേരത്തെ പറയുന്നു ഈ ഒരു ഫാമിലിയുടെ തകർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണം തോംസൻ്റെ മദ്യപാനമാണ്. ആൻഡ് ലീവ് ജെയ്സൺ ആൻഡ് ഹിസ് മദർ ടു റൺ ദ ഹൗസ്. അങ്ങനെ അദ്ദേഹം മരിക്കുന്നു. മദ്യപാനം അതിലൂടെ അദ്ദേഹം മരിക്കുന്നു. ഇപ്പോൾ കുടുംബത്തിൻ്റെ പ്രാരാബ്ദം ജെയ്സൻ്റെയും അവൻ്റെ അമ്മയുടെയും തലയിലായിട്ട് മാറുന്നു. ആൻഡ് ദിൽസേസ് ഹസ്ബൻഡ് റോക്കേഴ്സ് ഓൾസോ ഡൈസ്. റോസ്കർ ദിൽസയുടെ ഭർത്താവാണ്. ബ്ലാക്ക് സെർവൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അവരുടെ പറമ്പിൽ തന്നെ അവരുടെ ആ ഒരു സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുന്ന ദിൽസെ അവരുടെ ഭർത്താവും മരിക്കുന്നുണ്ട്. ആൻഡ് ബെഞ്ചീസ് സോൾഡ് പ്ലോട്ട് ബിക്കംസ് എ ഗോൾഫ് കോഴ്സ്. ബെഞ്ചിയുടെ സ്ഥലം ലാൻഡ് അവൻ്റെ ആ ഒരു ഷെയർ വിറ്റിട്ടാണ് ക്വിൻറ്റീനെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ വിട്ടതെന്ന് നമ്മൾ പറഞ്ഞു. ആ ഒരു സ്ഥലം ഇപ്പോൾ ഒരു ഗോൾഫ് കോഴ്സാണ്, ഒരു പ്ലേ ഗ്രൗണ്ടാണ്. ആൻഡ് Benji chases a school girl believing that she is Kathy and was castrated. നമ്മുടെ ബെഞ്ചി ഒരു ദിവസം ഒരു പെൺകുട്ടിയെ കാണുന്നു. സ്കൂളിൽ വിട്ട് വരുന്ന പെൺകുട്ടിയെ കാണുന്നു. അപ്പോൾ ആ കുട്ടി ക്യാദി ആണെന്ന് വിചാരിച്ച് അതിൻ്റെ പുറകെ തന്നെ പോകുന്നു. നമ്മൾ പറഞ്ഞു 33 വയസ്സുണ്ട്, പക്ഷേ ബൗദ്ധികമായിട്ട് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ഇല്ലാത്ത ഒരാളാണ്. ആ ഒരു ക്യാദിയുമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ക്യാദിയെ വളരെയധികം ഇവനെ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു കുട്ടിയാണ് ക്യാദി. ബാക്കി എല്ലാവരും പരിഹസിക്കുന്ന സമയത്ത് ക്യാദിക്കാണ് ബെഞ്ചിയോട് ഇഷ്ടം കൂടുതൽ. ബെഞ്ചിയോടൊരു സോഫ്റ്റ് കോർണർ ക്യാദിക്കാണുള്ളത്. ആ ഒരു ബന്ധം ഇവൻ ക്യാദിയാണെന്ന് വിചാരിച്ച് ഈ കുട്ടിയുടെ പുറകെ പോകുന്നു. അങ്ങനെ ഇവനെ എല്ലാവരും കൂടി ലിംഗച്ഛേദം ചെയ്യുന്നു, കാസ്ട്രേഷൻ നടത്തുന്നു. ആൻഡ് ക്യാദി ലീവ്സ് മിസ് ക്വിൻറ്റീൻ വിത്ത് ജെയ്സൺ ആൻഡ് ഹിസ് മദർ ബട്ട് ദേ റിഫ്യൂസ് ടു ലെറ്റ് ക്യാദി ലിവ് വിത്ത്. ഈ സമയത്ത് ക്യാദി തൻ്റെ മകളായ മിസ് ക്വിൻറ്റീനെ തൻ്റെ ഫാമിലിയിലേക്ക് വിടുന്നു. അതായത് അവർ നോക്കട്ടെ എന്ന് വെച്ച് വിടുന്നു. അവർക്കത് സന്തോഷമാണ്. പക്ഷേ ക്യാദി ആ വീട്ടിൽ വരുന്നത് ഇഷ്ടമല്ല. അതായത് ക്യാദി ആ കുടുംബത്തിൻ്റെ അന്തസ്സ് കളഞ്ഞതാണ്. അതുകൊണ്ട് ക്യാദി ആ വീട്ടിൽ വരുന്നത് അവർക്ക് ഇഷ്ടമല്ല. സോ ക്യാദി സെൻസ് മണി എവറി മന്ത് വിച്ച് ജെയ്സൺ കീപ്സ് ഇറ്റ് ടു ഹിംസെൽഫ്. അങ്ങനെ ക്യാദി മിസ് ക്വിൻറ്റീന് വേണ്ടിയിട്ട് അവളുടെ ചിലവുകൾ നടത്താൻ വേണ്ടിയിട്ട് എല്ലാ മാസവും കൃത്യമായിട്ട് പൈസ അയക്കും. പക്ഷേ പൈസ മുഴുവൻ ജെയ്സൺ ധൂർത്തടിക്കുകയാണ് ചെയ്യുന്നത്. അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ആൻഡ് മോസ്റ്റ് ഓഫ് ദ നോവൽ ടേക്സ് പ്ലേസ് ഓവർ ഈസ്റ്റർ വീക്കെൻഡ് ഇൻ 1928. നമ്മൾ നേരത്തെ പറഞ്ഞു ഈസ്റ്റർ കാലഘട്ടത്തിലാണ്, ആ ഒരു വീക്കെൻഡിലാണ് ഈ സംഭവങ്ങളൊക്കെ വിവരിക്കുന്നത്. ആൻഡ് Jason torments Miss Quintin as she is the cause for losing his job at Heads Bank. ഈ സമയത്ത് ജെയ്സൺ ഒരു ക്രൂവൽ മനുഷ്യനാണ്. വളരെ ക്രൂരനായിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആരോടും വലിയ സോഫ്റ്റ് കോർണറൊന്നുമില്ല. ഫാമിലിയോടും ആ ഒരു രീതിയിൽ നിൽക്കുന്ന ഒരു ക്രൂരനായ മനുഷ്യനാണ്. ഈ സമയത്ത് ജെയ്സൺ മിസ് ക്വിൻറ്റീനെ പീഡിപ്പിക്കുന്നു, അതായത് ഉപദ്രവിക്കുന്നു. കാരണം ഇവള് ക്യാദിയുടെ ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡാണ്. ആ ക്യാദിയെ കല്യാണം കഴിച്ച ഹെർബർട്ട് ഹെഡ് അവനൊരു ജോലി വാഗ്ദാനം ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. ഹെർബർട്ട് ഹെഡിൻ്റെ ബാങ്കിൽ
ജെയ്സൺ ഒരു ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി ഉണ്ടായതിൻ്റെ പേരിലാണ്, ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഈ ഒരു കുട്ടി ഉണ്ടായതിൻ്റെ പേരിലാണ് അവൻ ആ ജോലി നഷ്ടപ്പെടുന്നത്, ഇവർ ഡിവോഴ്സ് ആകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടിയെ ഇവൻ ഉപദ്രവിക്കുന്നു. ആൻഡ് ഓൺ ഹോളി സാറ്റർഡേ ബെഞ്ചി സെലിബ്രേറ്റ്സ് ഹിസ് 33rd ബർത്ത്ഡേ. ബെഞ്ചിയുടെ 33rd ബർത്ത്ഡേ ആണ്, 33ാമത്തെ ജന്മദിനമാണ് ആ ഹോളി സാറ്റർഡേയിലാണ് ബെഞ്ചി കാര്യങ്ങൾ വിവരിക്കുന്നത്. ആൻഡ് ലസ്റ്റർ, Dilsey's grandson, looks after him for a quarter to attend a traveling carnival and receives one from Miss Quintin. ഈ സമയത്ത് ലസ്റ്റർ ദിൽസയുടെ ഗ്രാൻഡ്സൺ ആണ്, ചെറുമകനാണ് ലസ്റ്ററാണ് ബെഞ്ചിയെ ശുശ്രൂഷിക്കുന്നത്. കാരണം അവന് അല്ലറ ചില്ലറ പൈസ കിട്ടണം, അവിടെ ഒരു ട്രാവലിംഗ് കാർണിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ബെഞ്ചിയുടെ പുറകെ നടന്ന് ബെഞ്ചിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് മിസ് ക്വിൻറ്റീൻ ₹1, ചെറിയൊരു പൈസയാണ് അവൻ ആഗ്രഹിക്കുന്നത്, പക്ഷേ അതിനേക്കാൾ ഇരട്ടിയായിട്ട് മിസ് ക്വിൻറ്റീൻ കൊടുക്കുന്നു. മിസ് ക്വിൻറ്റീൻ സ്റ്റീൽസ് ജെയ്സൺസ് മണി ആൻഡ് എസ്കേപ്സ് ഫ്രം കോംസൺ ഹൗസ് ബൈ ക്ലൈംബിംഗ് ഡൗൺ ദ സെയിം ട്രീ on which Kathy climbed as a child. മിസ് ക്വിൻറ്റീൻ ജെയ്സൻ്റെ പൈസയും മോഷ്ടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു, കോംസൺ ഫാമിലിയിൽ നിന്ന് രക്ഷപ്പെടുന്നു. യഥാർത്ഥത്തിൽ മിസ് ക്വിൻറ്റീൻ്റെ പൈസ തന്നെയാണ് ക്യാതി, അവളുടെ അമ്മ ക്യാതി അവൾക്ക് മാസാമാസം അയച്ചു കൊടുത്ത പൈസയാണ് ജെയ്സൺ സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ആ പൈസ കൂട്ടിവെച്ച് അത് നമ്മുടെ ക്വിൻറ്റീൻ എടുത്തുകൊണ്ട് പോകുന്നു. അവൾ ആ മരത്തിൽ കയറിയാണ് രക്ഷപ്പെടുന്നത്. ആ മരം എന്ന് പറയുന്നത് നമ്മളുടെ ക്യാതി ഈ ചെറുപ്പമായിരുന്ന സമയത്ത് മുത്തശ്ശിയുടെ ഫ്യൂണറൽ കാണാൻ വേണ്ടി ഒരു മരത്തിൻ്റെ മുകളിൽ കയറി നോക്കി എന്ന് പറഞ്ഞു. അതേ മരത്തിൻ്റെ മുകളിലൂടെ കയറിയാണ് നമ്മളുടെ മിസ് ക്വിൻറ്റീൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. ആൻഡ് ഓൺ ഈസ്റ്റർ ദിൽസെ ടേക്സ് ഹെർ ഫാമിലി ആൻഡ് ബെഞ്ചി ടു എ ബ്ലാക്ക് ചർച്ച് ആൻഡ് അറ്റൻഡ്സ് ദ സെർമൺ ഓഫ് റെവറൻ ഷെഗോക്ക്. ദിൽസെ അവിടുത്തെ ബ്ലാക്ക് സെർവൻ്റാണ്. അവർ ഈസ്റ്ററിൻ്റെ അന്ന് രാവിലെ തന്നെ ബെഞ്ചിയെയും അവരുടെ ഫാമിലിയെയും, അതായത് ദിൽസയുടെ ഫാമിലിയെയും ബെഞ്ചിയെയും കൂട്ടിയിട്ട് ഒരു ബ്ലാക്ക് ചർച്ചിൽ പോകുന്നു. ബ്ലാക്ക് ചർച്ചിൽ റെവറൻ ഷെഗോഗിൻ്റെ പ്രസംഗമുണ്ട്. ആ പ്രസംഗം കേൾക്കാനായിട്ട് പോകുന്നു. ആൻഡ് ജെയ്സൺ ചേസസ് മിസ് ക്വിൻറ്റീൻ ഹു ഹാസ് ലെഫ്റ്റ് ദ ടൗൺ വിത്ത് എ മാൻ ഫ്രം ദ കാർണിവൽ. ഈ സമയത്ത് ജെയ്സൺ മിസ് ക്വിൻറ്റീനെ അന്വേഷിച്ച് വരികയാണ്. പൈസയും കൊണ്ട് പോയതാണ്. അപ്പോൾ പൈസയും കൊണ്ട് മുങ്ങിയ മിസ് ക്വിൻറ്റീനെ അന്വേഷിച്ച് വരുന്നു. മിസ് ക്വിൻറ്റീൻ ആ സമയത്ത് കാർണിവലിൽ പരിചയപ്പെട്ട ഒരാളുമായിട്ടാണ് അവിടുന്ന് രക്ഷപ്പെടുന്നത്. ആൻഡ് ജെയ്സൺ പ്രൊവോക്സ് വൺ ഓഫ് ദ വർക്കേഴ്സ് ഇൻ ദ കാർണിവൽ ടു ഫൈറ്റ് ആൻഡ് ഗെറ്റ്സ് ഇൻജുർഡ്. ഈ സമയത്ത് ആ കാർണിവലിലെ തൊഴിലാളികളുമായിട്ട് അതിലൊരാളുമായിട്ടാണ് മിസ് ക്വിൻറ്റീൻ പോയത്. അതുകൊണ്ട് ജെയ്സൺ അവിടെ വന്ന് വഴക്കുണ്ടാക്കുന്നു. അങ്ങനെ അവിടുന്ന് മുറിവ് പറ്റുന്നു. ആൻഡ് ഹി ഫെയിൽസ് ടു ഫൈൻഡ് മിസ് ക്വിൻറ്റീൻ. അവിടുന്ന് അടികൂടി മുറിവൊക്കെ പറ്റുമെങ്കിലും മിസ് ക്വിൻറ്റീനെ കണ്ടെത്താൻ കഴിയുന്നില്ല. ആൻഡ് ഹി ഹയേഴ്സ് എ ബ്ലാക്ക് മാൻ ടു ഡ്രൈവ് ഹിം ഹോം. ഈ സമയത്ത് ഒരു ബ്ലാക്ക് മാനെ പരിചയപ്പെടുന്നു, തന്നെ വീട്ടിലെത്തിക്കണമെന്ന് പറഞ്ഞ് ആ ഒരു മനുഷ്യൻ്റെ വണ്ടിയിലാണ് കയറുന്നത്. ആൻഡ് ലസ്റ്റർ ടേക്സ് ബെൻലി ടു a cemetery. Lester is the grandson of ദിൽസയുടെ ഗ്രാൻഡ്സൺ ആണ്. ആൻഡ് ഹി ടേക്സ് ഹിം ടു എ cemetery but travels to a wrong way. ഇവർ ലസ്റ്ററും ബെഞ്ചിയും കൂടി ഒരു സെമിത്തേരിയിലേക്ക് പോകുന്നു. പക്ഷേ ആ ഒരു പോക്ക് വേറൊരു വഴിയിലൂടെയാണ്, സ്ഥിരം പോകുന്ന വഴിയല്ല, അതല്ലാതെ വേറൊരു വഴിയിലൂടെയാണ് പോകുന്നത്. നമ്മൾ പറഞ്ഞു ഇത് ഹോളി സാറ്റർഡേയിലാണ് നടക്കുന്നത്. ആൻഡ് it is a way around a Confederate monument in the town square and Benji began to cry. ഈ സമയത്ത് വഴി തെറ്റി വേറെ വഴിയിലൂടെ പോകുന്ന സമയത്ത് ബെഞ്ചി കരയാൻ തുടങ്ങുന്നു. നമ്മൾ പറഞ്ഞു മെൻ്റലി റിട്ടാർഡറാണ് ബെഞ്ചി, പക്ഷേ അവന് സ്ഥിരം പോകുന്ന വഴികളൊക്കെ അറിയാം. അപ്പോൾ ആ വഴിയിൽ നിന്ന് മാറിപ്പോകുന്ന സമയത്ത് അവന് പേടിയാവുന്നു. അങ്ങനെ അവൻ കരയാൻ തുടങ്ങുന്നു. ആൻഡ് ജെയ്സൺ റിട്ടേൺസ് ആൻഡ് ഫൈൻഡ്സ് ബെൻലി crying in the disruption of his routine and takes him to the right way. ഈ സമയത്ത് ജെയ്സൺ തിരിച്ചു വരുന്ന സമയത്ത് കാണുന്നത് ബെഞ്ചി ഇങ്ങനെ കരയുന്നതാണ്. അങ്ങനെ കരയുന്ന ബെഞ്ചിയെ ജെയ്സൺ കറക്റ്റ് വഴിയിലൂടെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഇതാണ് ഈ ഒരു സ്റ്റോറി. നമ്മൾ പറഞ്ഞു ഇത് ഇനീഷ്യലി തുടക്കത്തിൽ തന്നെ ഇറ്റ് വാസ് നോട്ട് എ സക്സസ്.
വിജയകരമായ ഒരു നോവലായിരുന്നില്ല ഇത്. പക്ഷേ പിന്നീട് 1949 ദിസ് നോവൽ ബ്രോട്ട് ഹിം ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിക്കൊടുത്ത ഒരു നോവലായി മാറി ഇത്. 1949 നോബൽ സമ്മാനം കിട്ടുന്നത്. ബെഞ്ചി ഈസ് ഓഫൺ ഹോണ്ടഡ് ബൈ ദ ലോസ് ഓഫ് ഹിയർ സിസ്റ്റർ. തൻ്റെ സഹോദരിയായ ക്യാദിയുടെ നഷ്ടം അല്ലെങ്കിൽ ആ ഒരു മാനഹാനിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഒരു മാനഹാനി വന്ന ഉടനെ ക്യാദിയെ അവിടുന്ന് മാറ്റുന്നുണ്ട്, ഫ്രഞ്ച് ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ ആ മാറ്റുന്നതോടുകൂടി ദേ ആർ സെപ്പറേറ്റഡ്. ബെഞ്ചിയും ക്യാദിയും ഒക്കെ സെപ്പറേറ്റഡ് ആകുന്നു. ആ ഒരു നഷ്ടം ബെഞ്ചിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു ഹിസ് ഷെയർ അല്ലെങ്കിൽ ദ ലാൻഡ് ഈസ് നൗ എ ഗോൾഫ് പ്ലേസ് ഓർ ഗോൾഫ് കോഴ്സ്. അവിടെ ഒരു ഗോൾഫ് കോഴ്സാണ് ഇപ്പോൾ ഉള്ളത്. ആൻഡ് ഹീ ബിഗാൻ ടു ക്രൈ വെൻ ദ ഗോൾഫേഴ്സ് ഓൾവേസ് കോൾ ക്യാദി വൈൽ ദേ ആർ പ്ലേയിങ്. അവർ കളിക്കുന്ന സമയത്ത്, ഈ ഗോൾഫ് കളിക്കുന്ന സമയത്ത് ക്യാദി എന്ന് പ്ലെയേഴ്സ് പറയുന്ന സമയത്ത് ഹി തിങ്സ് ദാറ്റ് ദേ ആർ കോളിങ് ഹിസ് സിസ്റ്റർ. തൻ്റെ സഹോദരിയാണ്, ക്യാദിയാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് അവൻ കരയുന്നുണ്ട്. ഇനി മറ്റൊരു കഥാപാത്രം, അവന് ഹീ ഈസ് ഒബ്സസ്ഡ് വിത്ത് ടൈം. ക്വിൻറ്റീൻ്റെ പ്രത്യേകതയാണ്, ക്വിൻറ്റീൻ ഈസ് ദ എൽഡസ്റ്റ് സൺ. ആ കുടുംബത്തിലെ മൂത്തവനാണ് ക്വിൻറ്റീൻ. ആൻഡ് ഹീ ഈസ് ഒബ്സസ്ഡ് വിത്ത് സദേൺ ഓണർ ആൻഡ് ടൈം. അതേപോലെ തന്നെ പ്യൂരിറ്റി ഓഫ് ക്യാദി, കുടുംബത്തിൻ്റെ സൽപ്പേര്, ഇതൊക്കെ കാരണം അങ്ങനെ വിങ്ങി കഴിയുന്ന അല്ലെങ്കിൽ നീറി പുകയുന്ന ഒരു മനുഷ്യനാണ് ക്വിൻറ്റീൻ. ആൻഡ് വെൻ ഷീ ബിക്കംസ് പ്രഗ്നൻറ്റ് ഹീ ട്രൈസ് ടു ടേക്ക് അപ്പ് ദ റെസ്പോൺസിബിലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞതാണത്. അതോടൊപ്പം തന്നെ ഹിസ് ഫാദർ ഗിവ്സ് ഹിം എ വാച്ച്. ഹിസ് ഫാദർ ഗിവ്സ് ഹിം എ വാച്ച് which symbolizes his obsessive and paralyzing fixation on time, then lost honor and the past. അവൻ്റെ അച്ഛൻ അവനൊരു വാച്ച് കൊടുക്കുന്നുണ്ട്, അവന് സമ്മാനമായിട്ട് കൊടുക്കുന്നതാണ്. ആ വാച്ച് അവനെ പല കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് അവന് കൃത്യമായിട്ടുള്ള ഒരു സമയത്തിനെ കുറിച്ചൊരു ബോധം വരാൻ വേണ്ടിയിട്ടാണ് വാച്ച് കൊടുക്കുന്നത്. ആ വാച്ച് അതിലൂടെ അവൻ്റെ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഹി ട്രൈസ് ടു ബ്രേക്ക് ദ വാച്ച് ടു സ്റ്റോപ്പ് ടൈം, ബട്ട് ഇറ്റ്സ് കണ്ടിന്യൂഡ് ടിക്കിംഗ് ഈവൻ ബ്രോക്കൺ റെപ്രസെൻറ്റ്സ് ദ ഇനബിലിറ്റി ടു എസ്കേപ്പ് ഫ്രം ഹിസ് ഗിൽറ്റ് ആൻഡ് ലീഡിങ് ടു ഹിസ് സൂയിസൈഡ്. ആ വാച്ചിലൂടെയാണ് അവൻ ജീവിക്കുന്നത് തന്നെ നമുക്ക് പറയാം. ആ വാച്ചിൻ്റെ ടിക് ടിക് സൗണ്ട്, അങ്ങനെ ആ ടിക് ടിക് സൗണ്ട് അവനെ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നു. അതായത് കുടുംബത്തിൻ്റെ മാനം, ക്യാദിയുടെ ആ ഒരു ഇല്ലീഗൽ റിലേഷൻ, അതിലൂടെ അവൾക്ക് വന്ന അവളുടെ ആ ചാസ്റ്റിറ്റി നഷ്ടം, ഇതൊക്കെ അവനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇവൻ ഈ വാച്ച് എറിഞ്ഞു പൊളിക്കുന്നു. പക്ഷേ എറിഞ്ഞു പൊളിക്കുമ്പോഴും അവിടെ നിന്ന് അത് ടിക് ടിക് എന്നുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്നു. ആ വാച്ചിൽ നിന്ന് ആ ശബ്ദം കേൾക്കുന്നു. അതിലൂടെ കാണിക്കുന്നത് ഹീ ഈസ് അൺഏബിൾ ടു കൺട്രോൾ ടൈം. സമയത്തെയോ അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു ഒബ്സസീവ് നേച്ചറിൽ നിന്ന് അവന് പുറത്തു വരാൻ കഴിയുന്നില്ല. അതായത് ആ ഒരു കുടുംബത്തിൻ്റെ ആ ഒരു മഹിമ നഷ്ടപ്പെട്ടതും, അതേപോലെ തന്നെ തൻ്റെ പെങ്ങളുടെ അവസ്ഥയും, ആ ഒരു കുറ്റബോധത്തിൽ നിന്ന് അവന് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല. അങ്ങനെ അവസാനം ഹി കമ്മിറ്റ് സൂയിസൈഡ്. ചാൾസ് റിവറിൽ ചാടി അവൻ മരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കഥാപാത്രമാണ് ക്വിൻറ്റീൻ. ഇനി മറ്റൊരു കഥാപാത്രം ജെയ്സൺ. നമ്മൾ പറഞ്ഞു ഹി ഈസ് വെരി മെറ്റീരിയലിസ്റ്റിക് ആൻഡ് ക്രൂവൽ. വളരെ ക്രൂരനായ മനുഷ്യനാണ്. സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന ആ ഒരു രീതിയിൽ ജീവിക്കുന്ന ജെയ്സൺ. വില്യം ഫോക്നർ പബ്ലിഷ്ഡ് ദിസ് നോവൽ ഇൻ 1929. 1929 ഈ നോവൽ പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഹിസ് ഫോർത്ത് നോവൽ ആൻഡ് ദ സെക്കൻഡ് വൺ ടു ബി സെറ്റ് ഇൻ യോഗ്ന പദ്വ കൺട്രി. യോഗ്ന പദ്വ എന്ന സ്ഥലത്ത്, എന്ന രാജ്യത്ത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വിവരിക്കുന്ന രണ്ടാമത്തെ നോവലാണ്. അതേപോലെ തന്നെ വില്യം ഫോക്നറുടെ നാലാമത്തെ നോവലാണ് ഈ സൗണ്ട് ആൻഡ് ഫ്യൂരി എന്ന ഈ നോവൽ. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ടൈറ്റിൽ എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞു, എക്സാമിന് ചോദിക്കാം. അതേപോലെ തന്നെ ഇറ്റ് ഈസ് ദി ഫസ്റ്റ് ഫീച്ചറിങ് ദ കോംസൺ ഫാമിലി ആൻഡ് ഇറ്റ് റീഅപ്പിയർ ഇൻ ലേറ്റർ ഫിക്ഷൻ. കോംസൺ ഫാമിലി പിന്നീട് അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ in this novel we can see the use of stream of consciousness technique. അതേപോലെ തന്നെ
ദ മൾട്ടിപ്പിൾ ഡിഫറൻറ്റ് അൺറിലയബിൾ നരേറ്റേഴ്സ്. 4 നരേറ്റേഴ്സ് ഉണ്ട്. ആ ഒരു ന്യൂ ട്രെൻഡും ഈ ഒരു നോവലിൽ നമുക്ക് കാണാം. ഇനി ഇതിൽ ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്ന് ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ആണ്. പിന്നീട് ഓരോ കഥാപാത്രങ്ങൾ ക്വിൻറ്റീൻ, ബെഞ്ചി ആൻഡ് ജെയ്സൺ. പിന്നീട് ദിൽസയെക്കുറിച്ച് ചോദിക്കാം. ദെൻ ദ റോൾ ഓഫ് ലസ്റ്റർ, ലസ്റ്റർ എന്ന കഥാപാത്രത്തെക്കുറിച്ചും ചോദിക്കാം. These are the major points. Hope you enjoyed it. Thank you.